പുതിയൊരു ദിവസം അപ്പം പതിവ് പോലെ തന്നെ നമ്മുടെ സ്റ്റാളിലേക്ക് എത്തിയിട്ടുണ്ട് 10 മണിക്ക് തന്നെ. അപ്പോൾ സ്റ്റാളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട എടുക്കാനായിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. തിരിച്ചെത്തിയപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. നമ്മുടെ കുടയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുടയും സ്റ്റൂളും എടുത്ത് തിരിച്ച് സ്റ്റാളിലേക്ക് തന്നെ എത്തി. അതിനുശേഷം നമ്മളൊരു ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഒരു ഓഫീസ് റൂം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫീസ് റൂം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് തന്നെ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാൻ ടൈമായി. അപ്പോൾ പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പള്ളിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ 2 കടകൾ ഇരുന്നത്. ആ കടയിൽ കയറി ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. ഈ 2 സുഹൃത്തുക്കളാണ് നടത്തുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും അവരുടെ ഷോപ്പിന് വിശേഷമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് മാംഗോ ബാർ എന്ന ഈ ഒരു ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുമ്പോഴാണ് കോൾ വന്നത്. സ്റ്റോളിലെ സ്റ്റോക്ക് എല്ലാം തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയ ശേഷം നമ്മൾ പുതുതായിട്ട് ഓർഡർ ചെയ്ത ബോട്ടിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു. അതിനുശേഷം ബോട്ടിൽ മേൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടിയാണ് പുതിയതായി തുടങ്ങിയത്. അപ്പോൾ ആ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുന്ന ഒരു പണിയായിരുന്നു. നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ബോട്ടിൽ നമ്മുടെ ഈ ഒരു ഷേപ്പിലായിട്ടുണ്ടായിരിക്കുക. ന്യൂട്രീഷൻ ലേബൽ അതേപോലെ ലേബലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലാണ്. അതിനുശേഷം ഒരു ഒരു 8ൻ്റെ പണി തന്നത്. ആ ഒരു പണി എടുക്കാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2 പണികളാണ് ഇപ്പോൾ ഇവരെ പിക്ക് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു മുതലിനെയും അതേപോലെ ആ വരുന്ന ഒരു മുതലിനെയും പിക്ക് ചെയ്യാനായിട്ടായിരുന്നു അടുത്തൊരു പണി വന്നിട്ടുണ്ടായിരുന്നത്. അവരെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം തിരിച്ച് സ്റ്റാളിലേക്ക് തന്നെ പോയി സ്റ്റാൾ അടക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. സ്റ്റാൾ അടക്കാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളെ കുടയും കാര്യങ്ങളൊക്കെ തിരിച്ച് തന്നെ അതേ പഴയ പോലെ തന്നെ ആക്കിയിട്ട് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാനുള്ള ഡ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ബാക്കി നാളെ.